നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ, നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞു, ഒരു ചെറിയ ഗ്യാപ്പൊക്കെ കഴിയും അല്ലേ, നിങ്ങൾ അത്യാവശ്യം ഹാപ്പിയൊക്കെ ആയിരിക്കും, അല്ലെ ടെൻഷനൊക്കെ ആയിരിക്കും, വോട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടാവും നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അല്ലേ. നമ്മുടെ എക്സാമിൻ്റെ വീഡിയോസൊക്കെ ഇടും, മക്കളെ നാളെ റിസൾട്ട് വരും, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം, ഇന്ന വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറയും. ആ വെബ്സൈറ്റ് ഹാങ് ആയി കളിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യില്ല, ഓൾറെഡി ഉള്ള ടെൻഷൻ ഉണ്ടാവും, പ്ലസ് എന്താണ് ഈ സാധനം വർക്ക് ചെയ്യാത്തതുകൊണ്ടെന്നാണ് ഒരു എക്സ്ട്രാ അഡീഷണൽ ടെൻഷൻ കൂടി ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും നിങ്ങളെന്താണ് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ആൻറ്റി ഉണ്ടാവില്ലേ എപ്പോഴും ഇങ്ങനെ, മോനെ നിന്റെ എത്രയാടാ മാർക്ക് എത്രയാടാ, നിങ്ങൾക്ക് A+ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആൻറ്റി ഇല്ലേ, അവരൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അഡീഷണൽ ടെൻഷൻ ചിലപ്പോൾ ആഡ് ചെയ്യും, ചിലപ്പോൾ ദേഷ്യം കൂടെ വരുമായിരിക്കും അല്ലേ. എനിവേ ആ ഒരു സന്ദർഭങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, അവസാനം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡ് കാണും, നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ 520 എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 95% അല്ലെങ്കിൽ 96%, 97% അങ്ങനത്തെ ഒരു നമ്പറാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇപ്പം തന്നെ ഒരു 2 സെക്കൻഡ് എടുക്കുള്ളൂ, കണ്ണും പൂട്ടി ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ പേരൻസോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ, അവരുടെ ഒരു ഇമോഷൻ, അവരുടെ ഒരു ഫീലിംഗ് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കും. ഇനി അവരുടെ നിങ്ങൾക്ക് വലിയ വിഷയമുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. നല്ലൊരു മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സന്തോഷം, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നേരെ തിരിച്ചും ഒന്ന് ഇമാജിൻ ചെയ്ത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ആ സ്കോർ കാർഡ് മാർക്ക് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ കാണുന്ന നമ്പർ ചിലപ്പോൾ ഒരു 76% അല്ലെങ്കിൽ ഒരു 72%, അങ്ങനത്തെ ഒരു ചെറിയൊരു ശതമാനമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, നിങ്ങളുടെ അപ്പത്തെ ഇമോഷൻ എന്തായിരിക്കും, നിങ്ങളുടെ അപ്പത്തെ ഇമോഷൻ എന്തായിരിക്കും, എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും, അല്ലെ എത്രത്തോളം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ആ ഒരു സംഭവം നിങ്ങൾ ആ ഇതിൽ കാണുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഒബ്വിയസ്ലി ഒരു കാരണവശാലും അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോ ആണ്. അതിനാകെ നിങ്ങൾ ചെയ്യാനുള്ള